നമസ്കാരം, ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മറവി രോഗം എങ്ങനെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. മറവി ജീവിതത്തിൽ പല അവസരങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മൾ വീട്ടിലെ സാധനം മേടിക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒന്നോ രണ്ടോ സാധനങ്ങൾ നമ്മൾ മറന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ ബാഗോ സംതിങ് അത് നമ്മൾ മറന്നു വെച്ച് പോകുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കാം. ഇതൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് ഇടയ്ക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം ഉപരി ഇതിങ്ങനെ ഫ്രീക്വന്റ്ലി വരികയാണ്. അതായത് ഒരു മറവി ഉണ്ടായി, അതിനുശേഷം മറ്റൊരു കാര്യം മറവി സംഭവിക്കുന്നു, മറ്റൊരു കാര്യം മറവി സംഭവിക്കുന്നു. ഇങ്ങനെ ഇത് തുടർച്ചയായിട്ട് ഇതൊരു പാറ്റേൺ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴാണ് നമ്മൾ ഈ മറവി രോഗത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്തരം മറവികൾ കാണുമ്പോൾ അത് നെഗ്ലക്ട് ചെയ്യാതെ കൃത്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം പറയാം. തന്മാത്ര എന്ന സിനിമയിലെ രമേശൻ നായർ എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു കഥാപാത്രത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. മോസ്റ്റ്ലി എല്ലാ മലയാളീസും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത്. അപ്പൊ അതിലെ രമേശൻ നായർ ഓഫീസിൽ പോകുന്ന സ്ഥലം മറന്നു പോകുന്ന, സ്ഥിരമായിട്ട് പോയിരുന്ന ഒരു ഓഫീസ് ജോലിക്കാരനാണ്. ആള് ആ സ്ഥലം മറന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടാണെന്ന് വിചാരിച്ച് ഓഫീസിൽ വന്ന് കുളിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് മാറ്റുന്നു, ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ അത് ഒപ്പിടാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നു, ഒപ്പിടാനായിട്ട് അറിയുന്നില്ല. ഇത്ര നാള് ദിവസേന ഒപ്പിട്ടിരുന്ന ഒരു വ്യക്തി, സൈൻ ചെയ്തിരുന്ന ഒരു വ്യക്തി ആ ഒരു സമയത്ത് ഒപ്പിടാനായിട്ട് കഴിയാത്ത രീതിയിലേക്ക് അയാളെ മറന്നുപോയി. അയാളെ സൈൻ എന്താന്നുള്ളത് അയാൾ മറന്നുപോയി. ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് മറവി രോഗത്തിന്റെ ഒരു അവസ്ഥ കടന്നു പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ക്ലോസ് ആയ വ്യക്തികളെ മറക്കുക, അതൊക്കെ അതിന്റെ ലേറ്റർ ഓൺ സ്റ്റേജ് ആണ് എന്നാണ്. അപ്പൊ എപ്പോഴും നമ്മൾക്ക് ഫ്രീക്വന്റ്ലി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറക്കുന്നുണ്ടെങ്കിൽ, ഇതിപ്പോ പ്രായമായവരിൽ മാത്രമല്ല ഇത്തരം അവസ്ഥ കാണുന്നത്, വളരെ ചെറിയ കുട്ടികളിലും വളരെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരിലും ഇത് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ പ്രായമായവരിലാണ് താരതമ്യേന കൂടുതലുള്ളത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥ വരുന്നത് നമ്മൾ ഇതിനെ അൽസിമേഴ്സ് എന്ന് വിളിക്കും, അൽസിമേഴ്സ് ഡിമൻഷ്യ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇത് ആരുടെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും വരാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇത്തരം അവസ്ഥകൾ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ട് അതിനുള്ള ചികിത്സകൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ സംഭവിക്കുന്നത് ബ്രെയിൻ സെൽസിന് കറക്റ്റ് ആയിട്ട് ഓക്സിജൻ ലെവൽ കിട്ടാത്തത് കൊണ്ടാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രെയിൻ സെൽസിന് ഗ്ലൂക്കോസ് ലെവല് വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. മനസ്സിലായോ? അപ്പോ കുട്ടികളിലും ചെറുപ്പക്കാരിലും ഈ അവസ്ഥ വരാം. മനസ്സിലായോ? ഇങ്ങനെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരാം, ഗ്ലൂക്കോസും കുറഞ്ഞു വരാം. അത്തരം അവസ്ഥകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനൊരു പ്രധാന ഒരു കാരണം പ്രമേഹ രോഗികളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രമേഹ രോഗികളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മുടെ 20% എനർജി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ബ്രെയിൻ സെൽസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബ്രെയിൻ സെൽസിന് കറക്റ്റ് ആയിട്ട് ഈ ഒരു എനർജി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ട് ബ്രെയിൻ സെൽസ് എന്ന് പറയുന്നതാണല്ലോ മെമ്മറി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അത് കൃത്യമായിട്ട് കിട്ടാതെ വരുമ്പോൾ മെമ്മറി കുറയുകയും അത് ഫ്ലക്ച്വേഷൻ സംഭവിക്കുകയാണ്. കാര്യം മരുന്നും നമ്മൾ കഴിക്കുമല്ലേ, പ്രമേഹ രോഗികൾ മരുന്ന് കഴിക്കും. അപ്പൊ ചില സമയത്ത് കിട്ടും, ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും, ചില സമയത്ത് കുറയും. അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ അവിടെ സംഭവിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മറവി സംഭവിക്കുന്നതായിട്ട് കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പ്രമേഹ രോഗികളിൽ കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം ഓക്സിജൻ ലെവല് കുറയുന്നത് തന്നെയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ് കൂടുതൽ. എപ്പോഴും ഫിസിക്കൽ എക്സസൈസ് അവിടെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാർഡിയാക് എക്സസൈസ് ഒക്കെ കുറയും. അതിന്റെ ഫലമായിട്ട് ഓക്സിജൻ അളവ് കുറവാണ്. സെൽസുകളിലെല്ലാം ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ശരിക്കും കാർഡിയാക് എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പലരും അത്തരം എക്സസൈസുകൾ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയുകയും സെൽസിന് കറക്റ്റ് ആയിട്ട് ഓക്സിജൻ കിട്ടാതെ വരികയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് മറവി പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് ഡയറ്റ് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതായത് പ്രമേഹം ഇതിന്റെ ഒരു കാരണമാണ്. അപ്പൊ നമ്മൾ മധുര പലഹാരങ്ങള്, ബേക്കറി സാധനങ്ങള്, അതുപോലെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, ബേക്കറി ഐറ്റംസ്,
പേസ്ട്രി ഐറ്റംസ്, അതുപോലെ തന്നെ തവിട് ഇല്ലാത്ത അരി, ഇപ്പോ അതുപോലെ വെള്ള അരി എന്നൊക്കെ പറയില്ലേ, അതിലൊട്ടും തവിട് ഇല്ലാത്തതാണ്. അത് നമ്മൾ ഇത്തരം രോഗികൾ കഴിക്കരുത്. കാരണം ഇത് നമ്മുടെ പ്രമേഹം കൂടുകയും ഷുഗറിന്റെ അളവ് കൂടുകയും അത് നമ്മുടെ ഇതേപോലെ തന്നെ നമുക്ക് സെൽസിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരിക്കലും നമ്മൾ കഴിക്കരുത്. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കുകയും വേണം. ഇത്തരക്കാര് ഇറച്ചി, മീൻ, മുട്ട ഇതൊക്കെ ധാരാളം കഴിക്കുക. അതുപോലെ പയറുവർഗ്ഗങ്ങള്, കടല, ഗ്രീൻ പീസ്, ചെറുപയർ, അത്തരം കടലവർഗ്ഗങ്ങള്, മുതിര ഇതൊക്കെ നന്നായി കഴിക്കുക. അതുപോലെ ഫിഷ്, പ്രത്യേകിച്ച് ഫ്രഷ് വാട്ടർ ഫിഷസ്, കായൽ മത്സ്യങ്ങള്, omega-3 ഫാറ്റി ആസിഡിന്റെ ഒരു സോഴ്സ് ആണ് ഫിഷ്. അപ്പൊ ഇത് നന്നായി കഴിക്കുക. നല്ല രീതിയിൽ വറുത്തിട്ടല്ല, കറി വെച്ച് കഴിക്കുന്നത് എപ്പോഴും ഗുണം ചെയ്യും. അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യത്തിന്റെ ഒരു കലവറയാണ് ചെറുപഴം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തരം ഫ്രൂട്ട്സും കഴിക്കണം. കൂട്ടത്തിൽ ചെറുപഴം നന്നായി കഴിക്കുന്നത് ഈ മറവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതൊന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ. അതുപോലെ അവക്കാഡോ നല്ലൊരു പ്രതിവിധി ആണ്. അവക്കാഡോ നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം, അല്ലെങ്കിൽ ചെറുപഴം, ഒരു ദിവസം ചെറുപഴം കഴിക്കാം, മറ്റു ദിവസം അവക്കാഡോ കഴിക്കാം. അതുപോലെ എല്ലാത്തരം ഫ്രൂട്ട്സുകളും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ. പിന്നെ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കൂടുകയും തന്മൂലം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിൻ സെൽസിന് ഓക്സിജൻ അളവ് നല്ല രീതിയിൽ കിട്ടുവാനും സഹായിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യുക. യോഗയോ പ്രാണായാമാസോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ വളരെ നല്ലൊരു വഴിയാണ്. നമുക്ക് ശരീരത്തില് ഒരു ഓക്സിജൻ ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് മെഡിറ്റേഷൻ ഗുണം ചെയ്യും. അതുപോലെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി തിരിച്ചു കിട്ടാനും മെഡിറ്റേഷൻ നല്ലതാണ്. ഓക്കെ. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലും തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള ആളുകളിലും ഇങ്ങനെ മറവി വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ, അതായത് ഇപ്പൊ പ്രമേഹമുള്ള രോഗികളാണെങ്കിൽ കൂടി നമ്മൾ പ്രമേഹം നോർമൽ ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ മറവി കൃത്യമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ എടുക്കുക. അതുപോലെ തൈറോയിഡിനുള്ള ഔഷധങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ, ഈ മറവിയെ മാറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഇത് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുക എന്നതിനേക്കാൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. വരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് മറവി ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ ചികിത്സ എടുക്കാം. അപ്പൊ ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ചികിത്സാ രീതികള്, ഔഷധങ്ങള് ആയുർവേദത്തിലുണ്ട്. നമുക്ക് മറവിക്കുള്ളത്, അതായത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഔഷധങ്ങളുണ്ട്. അത് ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സേവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിൻ സെൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും തുടങ്ങും. തന്മൂലം നിങ്ങളുടെ മറവി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.